إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, സസൂക്ഷ്മമായി എല്ലാം അറിയുന്ന, ലത്തീഫായ ഖബീറായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ലവരായ അടിമകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈ ലോകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരു പ്രായപൂർത്തിയെത്തിയ, കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യയെയും ഭർത്താവിനെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് മക്കളാണ്. പൊതുവെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ തൊട്ട് ഒരു വിലയില്ലാത്തൊരവസ്ഥ നമുക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ, അതിൻ്റെ വില നമുക്ക് ബോധ്യപ്പെടാൻ, അതില്ലാത്തവരിലേക്ക്, നമ്മളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കിക്കൊള്ളുക. ഉൻദുറൂ ഇലാ മൻ അസ്ഫല മിൻകും. നമ്മൾ ആലോചിക്കുക, നമ്മുടെ ചുറ്റും, നമ്മുടെ കുടുംബത്തിൽ തന്നെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എത്ര ദമ്പതിമാരുണ്ട് നമുക്കറിയാം. നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ തന്നെ ഒരുപാട് കാലമായി വിവാഹം കഴിഞ്ഞിട്ട് പക്ഷേ കുട്ടികളില്ല, വല്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം. അള്ളാഹു നമ്മളെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷിക്കട്ടെ. ആമീൻ. വല്ലാത്തൊരു പരീക്ഷണമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ഒരു വല്ലാത്തൊരു അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. ആ മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഏൽപ്പിച്ച ഒരു രീതിയുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും, അത് മുസ്ലിമിൻ്റെതാകട്ടെ അമുസ്ലിമിൻ്റെതാകട്ടെ, ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും ശുദ്ധ പ്രകൃതിയിലാണ്, അഥവാ ഫിത്രത്തിലാണ് ജനിക്കുന്നത്. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ആ ശുദ്ധ പ്രകൃതിയിൽ ഈ ഭൂലോകത്തേക്ക് ജനിച്ചു വീഴുന്ന കുട്ടിയെ അവൻ്റെ ഉപ്പയും ഉമ്മയും, അഥവാ പിതാവും മാതാവുമാകുന്നു പല തരത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇത് ജൂതനാകട്ടെ ക്രിസ്ത്യനാകട്ടെ ഏതോ തരത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ ആ ഒരു ഹദീസിലൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കളെ അള്ളാഹു നമുക്ക് ഫിത്രത്തിൽ, ശുദ്ധ പ്രകൃതിയിൽ നമ്മളെ ഏൽപ്പിച്ചു. അള്ളാഹു ശുദ്ധ പ്രകൃതിയിൽ നമ്മളെ ഏൽപ്പിച്ച നമ്മുടെ കുട്ടി ഇന്ന് അതേ അവസ്ഥയിൽ തന്നെയാണോ ഉള്ളത് എന്ന് ഓരോ ഉപ്പയും ഓരോ ഉമ്മയും നോക്കിക്കൊള്ളണം. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. കഴിഞ്ഞ ഖുതുബകളിലൂടെയൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിയതാണ് നമ്മൾ. ലിബറലിസം എന്ന് പറയുന്നത് ഇസ്ലാമുമായി വളരെയധികം വ്യതിരക്തമായി നിൽക്കുന്ന ഒരു മതം തന്നെയാണ്. ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലിബറൽ ആകാൻ പറ്റുകയില്ല എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഉപ്പയും ഉമ്മയും കാരണം ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ അല്ലെങ്കിൽ മക്കൾ ലിബറലിസത്തിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് മക്കളുടെ വിഷയത്തിൽ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് മറുപടിയാണ് സഹോദരങ്ങളെ പറയാൻ കഴിയുക?
വല്ലാത്തൊരു വിഷയമാണത്. ഈ കാലം മാറിയതിനനുസരിച്ച് കോലം മാറുക എന്ന ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മുടെ സമുദായത്തിൻ്റെ ഉള്ളിൽ തന്നെ പല ആളുകളും എത്തിച്ചേർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. അള്ളാഹുവിൻ്റെ കൽപ്പന നമ്മുടെ സ്വന്തം ദേഹങ്ങളെയും അതേപോലെ തന്നെ നമ്മുടെ അഹ്ലിനെ അഥവാ ബന്ധുക്കളെയും മനുഷ്യരും കല്ലുകളും ഇന്ധനമായിട്ടുള്ള നരകാഗ്നിയെ തൊട്ട് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുമ്പോൾ, പരലോകത്ത് വിചാരണ നേരിടേണ്ട ഒരു വിഷയമാണിത് എന്ന ബോധ്യമാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഈ വിഷയത്തിൽ വരേണ്ടത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ എന്നതിന്റെ തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയും, അദ്ദിബൂഹും ഫഅഹ്സിനൂ തഅദീബഹും, അവർക്ക് നിങ്ങൾ അദബ് പഠിപ്പിച്ചു കൊടുക്കുക, വിശിഷ്യ നിങ്ങളുടെ മക്കളെ എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഒരുപാട് കേട്ട ഹദീസിൽ ഒരു ഹദീസാണ് കുല്ലുക്കും റാഇൻ വമസ്ഊലുൻ അൻ റഇയതിഹി. നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ്, ഭരണം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അൽ ഇമാമു റാഇൻ വമസ്ഊലുൻ അൻ റഇയതിഹി. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ, ഏതെങ്കിലും ഒരു പ്രവിശ്യയിലെ, ഏതെങ്കിലും ഒരു സ്ഥലത്തെ നേതാവാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ അള്ളാഹു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത് അതിനെ തൊട്ട് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന ഓരോ പുരുഷന്മാരും ഓരോ ഉപ്പമാരും അവരുടെ വീടിനെ തൊട്ട് ചോദ്യം ചെയ്യപ്പെടും. കാരണം ആ വീടിലെ ഭരണകർത്താവ് എന്ന് പറയുന്നത് ആ ഉപ്പയാണ്, കുടുംബനാഥനാണ്. തീർന്നില്ല, വൽമർഅതു ഫീ ബൈതി സൗജിഹാ റാഇയത്തുൻ വഹിയ മസ്ഊലത്തുൻ അൻ റഇയതിഹാ. ആ വീട്ടിലെ കുടുംബനാഥ അഥവാ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവിന്റെ വീട്ടിൽ വലിയ ഉത്തരവാദിത്തമുള്ളവരാണ്, ഭരണകർത്താവാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്ന വിഷയം, തന്റെ മക്കളെ കുറിച്ച്, വീടിനെ കുറിച്ച് അവൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ചില്ലറ വിഷയമല്ല ഇത്. നമ്മുടെ കണ്ണിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിയതാണ്. നമ്മുടെ കാഴ്ചശക്തിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്തോ അതൊക്കെയും കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ കാതിനെ കുറിച്ച്, നമ്മുടെ കേൾവി ശക്തിയെക്കുറിച്ച് അവിടെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ആ വിചാരണ വേദിയിൽ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക ഉപ്പയോടും ഉമ്മയോടുമാണ്. ആ വിഷയം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഒരാൾ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് കൃത്യമായി ആ ഏൽപ്പിച്ച വിഷയത്തിൽ നമ്മളോട് ചോദ്യം ചെയ്യുമെങ്കിൽ എത്ര ശ്രദ്ധ നമ്മൾ കാണിക്കാറുണ്ട്. നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ, നമ്മൾ ജോലിക്കാരനാണ് എങ്കിൽ നമ്മുടെ ബോസ് അല്ലെങ്കിൽ മുതലാളി എന്താണോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് അതേ രൂപത്തിൽ കൃത്യമായും വ്യക്തമായും നമ്മൾ ചെയ്തു വെക്കും. എന്നിട്ട് അതിനുശേഷം ഒരു ഇൻസ്പെക്ഷൻ വന്ന് അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അപ്രൂവൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധ ആ വിഷയത്തിൽ കാണിക്കും. അപ്പോൾ അതേ ഒരു ശ്രദ്ധ ഈ വിഷയത്തിലും കാണിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. വളരെ ചുരുക്കത്തിൽ അല്പം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പോൾ വിഷയം വളരെ വ്യക്തമാണ്. മക്കൾ എന്ന് പറയുന്നത് അവർ വെറുതെ അങ്ങനെ ഉണ്ടായി, നമ്മളെപ്പോലെ തന്നെ ഉലങ്ങനെ മരിച്ചു പോയി, അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. മറിച്ച് അള്ളാഹു അവരെ നമ്മളെ ഏൽപ്പിച്ചതാണ്. ഏൽപ്പിച്ച അവസ്ഥയും നമുക്കറിയാം. എന്തവസ്ഥയിലാണ്? ഫിത്രത്തിൽ അഥവാ ശുദ്ധ പ്രകൃതിയിലാണ്, നിഷ്കളങ്കരായിട്ടാണ് അവരെ നമ്മളേക്ക് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അതേ ഒരു ഫിത്രത്തിൽ തന്നെ അവരെ നമുക്ക് ജീവിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിലൊന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പ്രാർത്ഥനയുടെ വിഷയം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. റബ്ബി ജഅൽനി മുഖീമസ്സലാഹ് വമിൻ ദുർരിയതി. എൻ്റെ രക്ഷിതാവേ, എന്നെ നീ നിസ്കാരം മുറപ്രകാരം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിലനിർത്തണേ. വമിൻ ദുർരിയതി, എൻ്റെ സന്തതികളിൽപ്പെട്ടവരെയും. ഒന്നാലോചിച്ച്, സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിനേക്കാളും ഗൗരവത്തിൽ മക്കളുടെ വിഷയത്തിൽ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതുവെ നമ്മളൊക്കെ പൊതുവെ മാതാപിതാക്കൾ പരാതി പറയാറുള്ള ഒരു വിഷയമാണ് മക്കളുടെ വിഷയം എന്ന് പറയുന്നത്. എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഒരു കൂസലില്ലാതെ ജീവിക്കുകയാണ്, അതുപോലെ തന്നെ എന്നൊരു ബഹുമാനമില്ല, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. അതിനേക്കാൾ അപ്പുറത്ത് കുട്ടികൾ പോലെ കമ്പനിക്കാരും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അവരുടെ ജീവിതത്തിലേക്ക് എടുക്കുന്നുള്ളൂ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനൊരു ഗൗനിക്കുന്നില്ല എന്നൊക്കെ നമ്മളൊക്കെ പരാതി പറയാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തിൻ. 3 വിഭാഗം പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലാ ശക്ക ഫീഹിൻ മുസ്തജാബാത്തുൻ, നിർബന്ധമായും ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പ്രാർത്ഥനകൾ. ഒന്നാമത്തെ പ്രാർത്ഥന ദഅവത്തുൽ മദ്ലൂം, മർദിദന്റെ പ്രാർത്ഥനയാണ്. നമ്മൾ ഒരാളെ ഉപദ്രവിച്ചാൽ ആ ഉപദ്രവിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്കും അല്ലാഹുവിന്റെ ഇടയിലും അറിയില്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടും. രണ്ടാമത്തെ വിഷയം വദഅവത്തുൽ വാലിദി അലാ വലദിഹി, സ്വന്തം മകനു വേണ്ടി, മകൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഒരു ഉമ്മയോ ഉപ്പയോ നടത്തുന്ന പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കൃത്യമായി ഉത്തരം ലഭിക്കപ്പെടും, ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ല.
മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ പ്രാർത്ഥനയുമാണ്. സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യം, പല വിധത്തിലുള്ള ആശങ്കകളും പ്രയാസങ്ങളും നമ്മുടെ കുട്ടികളുടെ വിഷയത്തിൽ നമുക്കുണ്ട് എങ്കിലും ഇത്തരത്തിൽ ഈ ഒരു പ്രാർത്ഥന ഉത്തരം ലഭിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു വെച്ച ആ പ്രാർത്ഥന ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചവരാണ് എല്ലാവരും, അല്ലേ? അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ? വളരെ ചെറുപ്പത്തിൽ കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടതാണ്. കണ്ണിന് തീരെ കാഴ്ചയില്ലാത്ത ഒരു അവസ്ഥയാണ്. ആ ഉമ്മ മനസ്സുരുകി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ. ആ പ്രാർത്ഥനയുടെ ഫലമായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അഥവാ മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി എന്നുള്ളതും അതിനുശേഷം വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കി, പരിപൂർണമായും ഹിഫ്ളാക്കി എന്നുള്ളതും ആയിരക്കണക്കിന് ഹദീസുകൾ ഹൃദിസ്ഥമാക്കി എന്നുള്ളതും ഖുർആനും ഹദീസും കഴിഞ്ഞ് കർമ്മശാസ്ത്ര രംഗത്തിലും ഒരുപാട് വിശ്വവിഖ്യാതമായ ഗ്രന്ഥങ്ങൾ വരെ അദ്ദേഹം ഹിഫ്ളാക്കി എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, ഉമ്മയുടെ പ്രാർത്ഥനയാണത്. ഒരു ഉമ്മാൻ്റെ പ്രാർത്ഥനയാണത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉമ്മയും ഇതേപോലെ തന്നെ പ്രാർത്ഥനകളിൽ നിരതയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഉമ്മ ഉപ്പ എന്ന് പറയുന്നത് അതൊരു വെറും വാക്കുകളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരു ദൗത്യമാണ്, അതൊരു ഉത്തരവാദിത്തമാണ്. അതിനപ്പുറത്തേക്ക് വലിയ ഒരു അമാനത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ വിശ്വാസികൾ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നില്ലേ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. ഇബാദുർ റഹ്മാനിൽ പരമകാരുണികനായ അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച ആളുകൾ, അവരുടെ പ്രത്യേകതയിൽപ്പെട്ട ഒന്നാണ് അവർ നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണേ എന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീനിയായിട്ടല്ലാതെ ഒരു കുട്ടി വളരുന്നുണ്ട് എങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൺകുളിർമ ഒരു പിതാവിനോ മാതാവിനോ ലഭിക്കുകയില്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും എന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ ഒരു സംശയം അതിൽ വേണ്ട. അത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചാലും. മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചിട്ട് അത് കൃത്യമായി നടന്ന ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടതാണ്. ജുറൈജിൻ്റെ ചരിത്രം നമ്മൾ കേട്ടു. നമുക്ക് തന്നെ പരിചയമുണ്ടാകും. നമ്മുടെ ഉമ്മയോ ഉപ്പയോ ഏതെങ്കിലും ഒരു പ്രയാസത്തിൻ്റെ സമയത്ത് നമ്മൾക്കെതിരെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് അത് കൃത്യമായി നമ്മൾക്കൊക്കെ അനുഭവിക്കേണ്ടി വന്ന ചരിത്രം നമുക്കൊക്കെ അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ലാ തദ്ഉ അലാ അൻഫുസികും, നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. വലാ തദ്ഉ അലാ ഔലാദികും, എന്ത് തന്നെ പ്രയാസം മക്കളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ഉണ്ടായാലും മക്കൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. വലാ തദ്ഉ അലാ അംവാലികും, നിങ്ങളുടെ സമ്പത്തിനെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ലാ തുവാഫിഖു മിനല്ലാഹി സാഅതൻ യുസ്അലു ഫീഹാ അതാഉൻ ഫയസ്തജീബു ലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് എങ്ങാനും ഉത്തരം ലഭിക്കപ്പെടുന്ന ഒരു സാഹചര്യവുമായി ഈ സമയം ചേർന്ന് വന്നിട്ടുണ്ട് എങ്കിൽ അത് ലഭിക്കുമെന്നുള്ളതാണ്, ഉത്തരം ലഭിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും സ്വന്തത്തിനെതിരെയോ സ്വന്തം മക്കൾക്കെതിരെയോ പ്രാർത്ഥിക്കരുത് എന്നുള്ളത് കൂടി ഈ വിഷയത്തിന്റെ ഭാഗമായി ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഒന്നാമത്തത് പ്രാർത്ഥനയുടെ വിഷയമാണ്. നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആയുധമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഷയമാണ് മക്കൾക്ക് നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ മന്ത്രം കൊടുക്കുക എന്നത്, അഥവാ തൗഹീദ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മളൊരു സ്ഥലത്ത് നമ്മുടെ കുട്ടിയെയും കൂട്ടി പോകുമ്പോൾ ആ കുട്ടിക്ക് പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും കൊടുക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു പാർക്കിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു ബീച്ചിലേക്ക് പോകാൻ, അപ്പോൾ ആ കുട്ടിയോട് പറയും, നീ പോയി കളിച്ചോ, പക്ഷേ ഇത്ര സമയം കൊണ്ട് നീ ഇങ്ങോട്ട് വരണം കേട്ടോ, നമുക്ക് പോകേണ്ടതാണ്. അതേപോലെ തന്നെ നമുക്കറിയാത്ത ആരെങ്കിലും വന്നെന്തെങ്കിലും സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉപ്പാൻ്റെ അടുത്തേക്ക് വരണം കേട്ടോ എന്നൊക്കെ നമ്മൾ ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ആ കുട്ടിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗ്ഗപ്രവേശനത്തിനും നരകമോചനത്തിനും പ്രധാന മാർഗ്ഗമാണല്ലോ തൗഹീദ് മനസ്സിലാക്കുക, ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത്. അപ്പം ലുക്മാനുൽ ഹക്കീം അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മകന് നൽകുന്ന സദുപദേശങ്ങളിൽ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഹുവ യഅഇദുഹു യാ ബുനൈ, എൻ്റെ കുഞ്ഞുമകനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് വലിയ അക്രമം തന്നെയാകുന്നു എന്നത് മകനെ ശിർക്കിന്റെ വിഷയത്തിൽ ഗൗരവത്തോടുകൂടി ഉണർത്തുന്ന ഒരു ഉപ്പയെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. ലുക്മാൻ ഹക്കീമിന്റെ മാത്രം വിഷയമല്ല, ഇബ്രാഹിം അലൈഹിസ്സലാമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നത് വവസ്സാ ബിഹാ ഇബ്രാഹിമു ബനീഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മക്കളായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഉപദേശിക്കുന്നുണ്ട്. എന്തിന്റെ വിഷയത്തിലാണ്? ഈ വിഷയത്തിലാണ്. ബികലിമത്തി തൗഹീദ്, തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉപ്പ മക്കൾക്ക്. നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി എന്താ അറിയോ? നമ്മളെപ്പോലെ സാധാരണക്കാരായ ഉപ്പയും മക്കളും അല്ല. ഉപ്പ ഇബ്രാഹിം നബി പ്രവാചകനാണ്, നബിയാണ്. ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും നബിമാരാണ്. അവർക്ക് തൗഹീദ് അറിയാം. എന്നിട്ട് കൂടി ഉപ്പ തന്റെ കർത്തവ്യം പൂർത്തീകരിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വെറുതെ പറഞ്ഞല്ലോ, നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ളല്ലേ. എങ്കിൽ അവിടെയൊക്കെ ഒരു ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും പോകണ്ടേ സ്വർഗത്തിലേക്ക്?
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മുടെ മക്കൾക്ക് തൗഹീദിനെ കുറിച്ച് എന്ത് നമ്മൾ പറഞ്ഞു കൊടുത്തു എന്നുള്ള മനസ്സിലാക്കണം. അപ്പം പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത എന്ന് വെച്ചാൽ ഈ ചെറിയ പ്രായത്തിൽ എന്തിനാ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വിഷയം സൂചിപ്പിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. മൂന്നാമത്തെ കാര്യമാണ് നിസ്കാരത്തിനെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, നിസ്കരിപ്പിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വഅ്മുർ അഹ്ലക ബിസ്സലാഹ് വസ്തബിർ അലൈഹ. നീ നിന്റെ വീട്ടുകാരോട് നിസ്കാരത്തെക്കുറിച്ച് കൽപ്പിക്കണം, നിസ്കരിക്കാൻ പറയണം. വസ്തബിർ അലൈഹ, എന്നിട്ട് ആ വിഷയത്തിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ നമുക്കുള്ളൊരു മാതൃക ഉപ്പമാരെ സംബന്ധിച്ചിടത്തോളം ഇസ്മായിൽ അലൈഹി സ്വലാമാണ്. അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ്യ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്മായിൽ അലൈഹി സ്വലാം തൃപ്തിപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത് തൻ്റെ വീട്ടുകാരോട്, തൻ്റെ നാട്ടുകാരോട്, തൻ്റെ അഹ്ലിനോട് നിസ്കാരത്തിൻ്റെ വിഷയവും സക്കാത്തിൻ്റെ വിഷയവും അദ്ദേഹം ഉണർത്തിയിരുന്നു, കൽപ്പിച്ചിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രവുമല്ല ലുഖ്മാൻ അലൈഹിസ്സലാം മകൻ കൊടുക്കുന്ന ഒരു ഉപദേശത്തിൽ നമുക്ക് കാണാൻ കഴിയും, യാ ബുനയ്യ അഖിമിസ് സ്വലാഹ്, എൻ്റെ പൊന്നുമോനെ നീ നിസ്കാരം ഉറപോലെ ചെയ്യണേ. സുബഹിന്റെ സമയത്ത് നീ സുബഹി നിസ്കരിക്കണേ. ഓരോന്നിൻ്റെയും സമയത്ത് ഇഖാമത്തുസ് സ്വലാഹ് അഥവാ നിസ്കാരം ഉറപ്രകാരം ചെയ്യണേ എന്ന ഒരു കൽപ്പന അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉപ്പമാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് മുമ്പ് സൂചിപ്പിച്ച ഹദീസാണ്, എന്നാലും ഒന്നുകൂടി പറയുകയാണ്, മുറു ഔലാദകും ബിസ്സലാഹ് വഹും അബ്നാഉ സബ്ഇൻ. 7 വയസ്സാകുന്ന സമയത്ത് നമ്മുടെ കുട്ടിയോട് നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, കൽപ്പിക്കണം, അഥവാ ശീലിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. വദ്രിബൂഹും അലൈഹാ ലിഅശ്രിൻ. 10 വയസ്സായിട്ടും നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൾ നിസ്കരിക്കുന്നില്ല എങ്കിൽ വേണമെങ്കിൽ അതിന്റെ പേരിൽ അടിക്കാമെന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പക്ഷേ ഈ ഹദീസ് 2 തരത്തിൽ ജീവിതത്തിൽ പകർത്തുന്ന ആളുകളുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തർത്ഥത്തിലാണോ പറഞ്ഞത് അങ്ങനെ പകർത്തുന്ന ആളുകൾ. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ ഹദീസ് കേട്ടിട്ടുണ്ടാകും, അഥവാ 7 വയസ്സാകുമ്പോൾ കുട്ടിനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം എന്നുള്ളത്. 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലാണ്? 3 കൊല്ലാണ്. നമ്മൾ ഇംഗ്ലീഷ് മാസം കലണ്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം എന്ന് പറയുന്നത് 365 ദിവസമാണല്ലോ. 365 ദിവസം 3 കൊല്ലം എന്ന് പറഞ്ഞാൽ ഏകദേശം 1095 ദിവസം ഉണ്ടാവും. ഈ 1095 ദിവസങ്ങളിലും 5 വക്ത് നിസ്കാരം ഉണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ 5 × 1095 ഏകദേശം 5475 നിസ്കാരങ്ങൾ ഈ 3 വർഷ കാലയളവിൽ ഒരു കുട്ടിക്ക് നമ്മൾ ശീലിപ്പിക്കണം എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. എന്നാൽ നമ്മളെന്താ ചെയ്യാറുള്ളത്? നമ്മൾ അധികം ആളുകൾ എന്താ ചെയ്യാറുള്ളത്? 7 വയസ്സാകുന്ന സമയത്ത് നമുക്കൊരു ഈമാൻ കയറും. അപ്പോൾ നമ്മുടെ കുട്ടിനോട് ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ പറയും, നമുക്ക് ഓർമ്മയുള്ള സമയത്ത്, നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു സമയത്ത് മോനെ നിസ്കരിക്കട്ടോ, അപ്പോൾ ആ നിസ്കരിക്കാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉഷാറാക്കലേക്ക്. അല്ലാത്ത സമയത്തൊന്നും കുട്ടീനെ തിരിഞ്ഞു നോക്കില്ല, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പറയുകയില്ല, പഠിപ്പിച്ചു കൊടുക്കുകയില്ല. കുട്ടിയുടെ നിസ്കാരം ഒന്ന് ശ്രദ്ധിച്ചിട്ട് തെറ്റ് തിരുത്തി കൊടുക്കാനുള്ള സമയമാണ് സുഹൃത്തുക്കളെ ആ 3 കൊല്ലം. ആ 3 കൊല്ലം കഴിഞ്ഞിട്ടും ഒരു കുട്ടി നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അടിക്കാനാ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ? എപ്പെങ്കിലും പറഞ്ഞാൽ കുട്ടി നിസ്കരിക്കുന്നുണ്ടോ? ഇപ്പോൾ മോഡേൺ സയൻസ് പറയുന്നത് 21 ദിവസം എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ശീലമായത് മാറുന്നതാണല്ലോ. ഈ 1095 ദിവസത്തിൽ എത്ര 21 ദിവസങ്ങൾ വരുന്നുണ്ട്? എന്നിട്ടും ഒരു കുട്ടി സ്വമേധയാ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കാനാ പറഞ്ഞത്. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ തെറ്റും കുട്ടികളുടേതാണ്. കുട്ടി നിസ്കരിക്കുന്നില്ല, പറയാണ്ട് നിസ്കരിക്കുന്നില്ല. എങ്ങനെ പറയാണ്ട് നിസ്കരിക്കാം? 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മമാരെ നിങ്ങളോട് പറഞ്ഞത് കുട്ടി നിസ്കരിക്കുന്നോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ആ കുട്ടിക്ക് ആ ശീലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിസ്കാരത്തിന്റെ റുക്ന് പഠിക്കാനാണ്, നിസ്കാരത്തിന്റെ വാജിബാത്തുകൾ പഠിക്കാനാണ്, നിസ്കാരത്തിന്റെ സുനനുകൾ പഠിക്കാനാണ്, നിസ്കാരത്തിന്റെ മുബത്തിലാത്തു സ്വലാ അഥവാ നിസ്കാരം ഇല്ലാതായി പോകുന്ന ചില കാര്യങ്ങളുണ്ട്, നിസ്കാരത്തിൽ കളിയും ചിരിയും പാടില്ല. അത് ആ കുട്ടി പഠിക്കേണ്ടത് ഈ 3 വർഷ കാലയളവ് കൊണ്ടാണ്. എങ്ങനെ അത് ലഭിക്കുള്ളൂ? വീട്ടിൽ നിന്ന് കൃത്യമായി ആ ചിട്ടയിലേക്ക് നമ്മൾ എത്തണം. അതൊന്നും ചെയ്യാതെ 10 വയസ്സ് കഴിഞ്ഞിട്ടും എന്റെ കുട്ടി നിസ്കരിക്കുന്നില്ല, പറയാതെ നിസ്കരിക്കാന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല, കുട്ടിക്ക് ഈമാൻ എത്തിയിട്ടില്ല എന്ന് കുട്ടിയെ കുറ്റം പറയുന്ന എത്ര ഉപ്പമാരും ഉമ്മമാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? ഈ ശബ്ദം കേൾക്കുന്ന എത്ര ആളുകളാണ് ആ വിഷയത്തിൽ അശ്രദ്ധരായി തെറ്റുകാരായി മാറിയത്? പാവപ്പെട്ട കുട്ടികളെ അവർ നിസ്കരിക്കുന്ന സമയത്ത് അവർക്കൊരു ശ്രദ്ധയില്ല, ഖുശൂഇല്ല. 15 വയസ്സായി 16 വയസ്സായി ആ കുട്ടികൾക്ക് നിസ്കാരത്തിൽ ഒരു ഖുശൂഇല്ല, നിസ്കാരത്തിൽ ഒരു ശ്രദ്ധയില്ല എന്നൊക്കെ വാദോടാതെ പറയുന്ന ഉപ്പമാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഖുശൂഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, നിസ്കാരം എന്തിനാണ് എന്നറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ തലയിൽ എന്തോ വലിയൊരു ഭാരമാണ് ഈ നിസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കുട്ടി സ്വമേധയാ നിസ്കരിക്കാത്തത്. അപ്പൊ ആ ശീലം കൊടുക്കേണ്ടതാരാ? ഉപ്പ ഉമ്മ എന്നുള്ള നിലക്ക് നമ്മളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊന്നും ചെയ്യാതെ 10 വയസ്സിന് ശേഷം ആ കുട്ടിയെ ബെൽറ്റെടുത്തും അല്ലാതെയൊക്കെ വല്ലാതെ തല്ലിവിടുന്ന, എന്നാൽ അതിന്റെ പേരിൽ ദീനിനെ വളച്ചൊടിക്കുന്ന ഒരു തോന്നിയാസം തന്നെ പറയാം. എത്ര വലിയ തെറ്റാത്! ആ മക്കൾക്ക് എങ്ങനെയാണ് ദീനോടൊരു അടുപ്പുണ്ടാകുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓലെ മനസ്സിൽ അള്ളാന്റെ റസൂൽ പറഞ്ഞു എന്ന് അടിക്കാൻ പറഞ്ഞു എന്നൊക്കെ ഇവലിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അവര് വിചാരിക്കുന്നത് എന്താ? റസൂൽ എന്ന് പറയുന്നത് എന്തോ ഒരു ക്രൂര മനസ്സുള്ള മനുഷ്യനാണ്. നഊദു ബില്ലാഹ്. നിസ്കരിച്ചില്ലെങ്കിൽ തീയിലിടും, അത് നമ്മൾ പറയാറുള്ളത്. നിസ്കരിച്ചാൽ എൻ്റെ കുട്ടീനോ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? എപ്പോഴും ഇങ്ങനെ പേടിപ്പെടുത്തി അള്ളാഹു എന്ന് പറയുന്ന എന്തോ ഒരു ക്രൂരനാണ് എന്ന ചിത്രീകരണം ആരാണ് നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തത്? അയൽവാസിയോ? അല്ലെ ഇവിടുന്ന് പള്ളിയിൽ മിമ്പർ വന്ന് ഖുതുബ പറയുന്ന ഖതീബോ?
സ്വന്തം വീട്ടിലെ ബാപ്പയും ഉമ്മയാണ്. തെറ്റുപറ്റിപ്പോയി, അംഗീകരിക്കണം തെറ്റ്. ഇനിയെങ്കിലും ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ആ വിഷയത്തിലെ നമ്മുടെ ആ തെറ്റ് നമ്മൾക്ക് തിരുത്താൻ കഴിയണം എന്നുള്ള ഇല്ലേ വിഷയം എന്താണെന്നറിയോ? തൗബ ചെയ്യാതെ ഒരു തെറ്റാണ് നമ്മളിപ്പോൾ ചെയ്തത് അല്ലേ? ഒന്നാമത്തെ തെറ്റ് ആ കുട്ടിയോട് ചെയ്ത തെറ്റാണ്. കാരണം ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് നമ്മൾ കൊടുത്തില്ല. ശീലിപ്പിക്കേണ്ട ഒരു സമയത്ത് നമ്മളുടെ അശ്രദ്ധയോ നമ്മുടെ അറിവില്ലായ്മയോ എന്തോ കൊണ്ട് നമുക്കത് ശീലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റ് ദീനിൻ്റെ എന്തെങ്കിലും ഒരു പ്രമാണം അഥവാ ഖുർആനോ ഹദീസും വളച്ചൊടിച്ചു എന്നുള്ള രണ്ടാമത്തെ തെറ്റ്. മൂന്നാമത്തെ തെറ്റ് കുട്ടി നിസ്കരിക്കാണ്ടായിപ്പോയി എന്നുള്ള മൂന്നാമത്തെ തെറ്റ്. ഈ 3 പ്രധാനപ്പെട്ട തെറ്റുകൾ ഒരൊറ്റ അശ്രദ്ധയിലൂടെയോ ഒരൊറ്റ ചിന്തയിലൂടെയോ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തിക്കഴിഞ്ഞു. തൗബ ചെയ്യാൻ വേണം. തൗബ ചെയ്യണം. മാത്രമല്ല കുട്ടിയോട് പൊരുത്തപ്പെടിക്കുകയും ചെയ്യണം. കുട്ടിയോട് പൊരുത്തപ്പെടിക്കണം. എന്തായാലും സംശയം? കുട്ടിയോട് മാപ്പ് എന്ന് പറയല്ല വേണ്ടത്. കുട്ടിയോട് മാന്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ സ്റ്റാൻഡേർഡ് താഴാതെ തന്നെ വളരെ മനസ്സോടുകൂടി, നല്ല മനസ്സോടുകൂടി കുട്ടീനൊന്ന് സോപ്പിട്ട് നല്ല നിലക്ക് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. എടോ, തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട് ഉപ്പാനോട്. ഉപ്പാക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. എൻ്റെ കുട്ടീനെ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യാതെ ഞാൻ ഒരുപാട് തല്ലിയിട്ടുണ്ട്, ഒരുപാട് തല്ലിപ്പോയിട്ടുണ്ട്. മോനോട് ഒന്നും ഉണ്ടായിട്ടല്ല, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ്. പൊരുത്തപ്പെട്ടു തരാമെന്ന് പറയുന്ന വേണം. കാരണം ഇത് ബൈനൽ ഇബാദ, മനുഷ്യന്മാർക്കിടയിലുള്ള തെറ്റാണിത്. മനുഷ്യന്മാരോട് പൊരുത്തപ്പെടിക്കാതെ അള്ളാഹിൻ്റെ അടുത്ത് തൗബ ചെയ്തിട്ടൊരു കാര്യമില്ല. അല്ലാഹു അലം. അതുകൊണ്ട് ആ വിഷയത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതില്ല. നിസ്കരിക്കാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ്. യുഖ്റജു അനിൽ മില്ലത്തുനിന്ന് പുറത്താകുന്ന വിഷയമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഒരു കാഫിറിൻ്റെയും മുസ്ലിമിൻ്റെ ഇടയിലുള്ളത് എന്ന് പറയുന്ന നിസ്കാരമാണ് മറ. ആ മറ അങ്ങ് നീങ്ങി കഴിഞ്ഞാൽ ഒരു മുസ്ലിം അല്ലാതായി മാറും. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് തന്നെ മാന്യമായി നമ്മുടെ വിഷയത്തിൽ, നമ്മുടെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ, അതേടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ വിഷയത്തിലും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നൽ ഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമതൊരു വട്ടം കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. 3 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. 4ാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹു കാണുന്നുണ്ട് ഇതെല്ലാം എന്ന ഒരു ബോധ്യം നമ്മുടെ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഈ ശബ്ദം കേൾക്കുന്നതിൽ ചെറിയ കുട്ടികളുണ്ട്, ഉപ്പമാരുണ്ട്, എല്ലാ പ്രായത്തിലുള്ള ആളുകളുമുണ്ട്. ആ ബോധ്യത്തോടു കൂടി തന്നെ പറയുകയാണ്, എല്ലാ സമയവും ഉപ്പ നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എല്ലാ സമയവും നമ്മുടെ ഉമ്മ നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നൊരു ഉറപ്പില്ല. നമ്മളെ കമ്പനിക്കാരാകട്ടെ, എന്തോ ആകട്ടെ, ഈ ദുനിയാവിലെല്ലാം അങ്ങനെയാണ്. നമ്മൾ മാത്രം ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയങ്ങളുണ്ട്, നമ്മളെല്ലാവരുടെയും ഇടയിലാകുന്ന സമയമുണ്ട്, ഒക്കെ ഉണ്ട്. രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ. ഈ സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഹറാമ് ചെയ്യുന്നതിൽ നിന്നും നമ്മളെ തടയാൻ ഈ ചിന്തയാണ് അനിവാര്യമായിട്ടുള്ളത്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാം മകനോട് പറഞ്ഞു കൊടുക്കുന്നതും ഇതേ ഒരു വിഷയം തന്നെയാണ്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാത് ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. എൻ്റെ പൊന്നുമോനെ, തീർച്ചയായും നീ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു കടുക് മണിയുടെ തൂക്കത്തിലുള്ളതാണ് എങ്കിലും ആ ചെയ്തതിന് ശേഷം എന്നിട്ടത് പാറക്കല്ലിനുള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ മറ്റെവിടെയായിരുന്നാലും അള്ളാഹു അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന കൃത്യമായ ബോധ്യം അവിടെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി, എല്ലാ പ്രായത്തിലുള്ള ആളുകളുണ്ട്, യുവാക്കളുണ്ട്, കുട്ടികളുണ്ട്, ഉപ്പമാരുണ്ട്, വാർദ്ധക്യത്തിലെത്തിയ ആളുകളുണ്ട്. എല്ലാവരോടുമാണ് ഈ പറയുന്നത്, എന്നെയും മാറ്റി നിർത്തിയിട്ടില്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് വഹുവ മഅകും ഐനമാ കുൻതും, നമ്മൾ എവിടെ ആയിരുന്നാലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അലം യഅലം ബിഅന്നല്ലാഹ യറാ, അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ളത് അവരറിയുന്നില്ലേ എന്ന അള്ളാഹുവിന്റെ ചോദ്യം അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട്. ഉപ്പ കാണുന്നില്ല എന്ന വ്യാജേന നമ്മുടെ മനസ്സിലേക്ക് ഇബ്ലീസ് ഇട്ട് തരുന്ന പലതരം തോന്നിയാസ ചിന്തകളുണ്ട്, പലതരം ഹറാമായ കാര്യങ്ങളുണ്ട്. ആരും കാണില്ല എന്ന ഒരു വ്യാജേന നമ്മുടെ മനസ്സിനെ പറഞ്ഞു പറ്റിച്ച് ഇബ്ലീസ് പല തോന്നിയാസത്തിലേക്കും നമ്മളെ നയിക്കുമ്പോൾ കുട്ടികളെ, അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് അള്ളാഹു ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോന്നും, നമ്മുടെ കാഴ്ചയിൽ നിന്ന് വരുന്ന തിന്മകളും നന്മകളും എല്ലാം കൃത്യമായി എഴുതി വെക്കപ്പെടുന്നുണ്ട്. അതെല്ലാം കൃത്യമായി നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും എന്ന ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അവസാനമായി ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നമ്മുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു നാളെ ചോദ്യം ചെയ്യും എന്ന ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വഞ്ചകനായ പിശാച് നമ്മളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുള്ളവരായി നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അപാകതകളോ, പ്രത്യേകിച്ച് നിസ്കാരം മക്കളെ ശീലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് തെറ്റുകുറ്റങ്ങളും അപാകതകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഗഫൂറും റഹീമുമായ റബ്ബ് പുറത്തുമാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രവുമല്ല, അതെല്ലാം തിരുത്തി ഇനി കൃത്യമായ ഒരു ജീവിതം നയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും
ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാനുള്ളതാണ് എന്ന ബോധ്യത്തോടുകൂടി ജീവിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കിക്കൊണ്ട് ഓരോ ജീവിതവും നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അപാകതകളോ വന്നു പോയിട്ടുണ്ട് എങ്കിൽ ഗഫൂറും റഹീമും റഹ്മാനുമായ റബ്ബ് പുറത്തുമാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും അപാകതകളും അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തുമാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്, രോഗം കൊണ്ടും അതേപോലെ തന്നെ കടം കൊണ്ടും. അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെയൊക്കെ പ്രയാസം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ആമീൻ. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണല്ലോ. അള്ളാഹുവെ, നീ അതെല്ലാം ഞങ്ങളിൽ നിന്നും ദൂരീകരിച്ചു തരണേ അല്ലാഹ്. ആമീൻ. ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന വ നഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന വ നഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന വ നഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.